എൻ്റെ കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, തൊഴിലില്ലാത്തവർക്ക് വേണ്ടിയും തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്നവർക്ക് വേണ്ടിയും വിസ പ്രോസസ്സിങ്ങിലിരിക്കുന്നവർക്ക് വേണ്ടിയും വിസ പുതുക്കി കിട്ടാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവ്, സ്ഥലം വിറ്റുമാറാനുള്ളവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ സ്ഥലങ്ങൾ പ്രമാണം ചെയ്യാൻ ഭാഗോടമ്പടി പ്രമാണം ചെയ്യാനും വിൽപ്പത്രങ്ങൾ പ്രമാണം ചെയ്യുന്നതിന് വേണ്ടിയും കർത്താവ്, അത് നടപ്പിൽ വരുന്നതിന് വേണ്ടി പോകുന്ന തടസ്സങ്ങൾക്ക് പരിഹരിക്കപ്പെടുന്നതിന് പ്രമാണ സംബന്ധമായ എല്ലാ തടസ്സങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിൻ്റെ യാത്രകൾ, ഗവൺമെൻറ് ഓഫീസുകളിലേക്കുള്ള യാത്രകൾ, ആ വില്ലേജ് ഓഫീസിലേക്കുള്ള യാത്രകൾ, അക്ഷയയിലേക്കുള്ള യാത്രകൾ, ഇങ്ങനെ നിനക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള നിൻ്റെ തത്രപ്പാടുകൾ എല്ലാം നീ അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും നിയമപരമായിട്ട് നിനക്ക് നിൻ്റെ ജീവിതം വീട് വെക്കാൻ പറ്റാതിരിക്കുക, പെരുമയാൻ പറ്റാതിരിക്കുക, അങ്ങനെ എന്തെല്ലാം തടസ്സങ്ങളുണ്ടൊക്കെ ഉണ്ടെങ്കിൽ പിടക്ക് നമ്പർ കിട്ടാതിരിക്കുക, അങ്ങനെ എന്താണ് നീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ? ചില സാധനങ്ങൾ കയ്യിൽ നിന്ന് പോയിട്ട് കാണാനില്ല, ഇവിടെ വെച്ചെന്നറിയാൻ പാടില്ലാത്ത രീതിയിൽ വിഷമിച്ച് നടക്കുന്ന വ്യക്തിയാകാൻ നീ. ചിലപ്പോൾ കൈ കഴിഞ്ഞ് വിട്ടുപോയ പണം തിരികെ കിട്ടാൻ യാതൊരു മാർഗ്ഗമില്ലാത്തത്, അങ്ങനെയുള്ള സത്യങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഭീഷണിയായി തീരുമ്പോൾ നീ വിറങ്ങലിച്ചിരിക്കുന്ന വ്യക്തിയാകാം. കർത്താവ് നിന്നെ ഈ നിമിഷം അനുഗ്രഹിക്കുന്നു. കർത്താവ് നിന്നെ സന്ധിക്കും. ദൈവത്തിനെതിരാവും നിനക്ക് യുക്തമായി പ്രവർത്തിക്കാൻ ആ സമയത്ത് നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകുന്ന ചെയ്ത കർത്താവിൻ്റെ അഭിഷേക ശക്തി ആ തക്ക സമയത്ത് നിന്നെ സഹായിക്കട്ടെ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായി നീക്കുവാമേ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് സാരമില്ല, മനുഷ്യല്ല, പോട്ടെ. അയാളെ പെട്ടെന്നുള്ള ഒരു അവസ്ഥയിൽ അങ്ങനെ സംഭവിച്ചതായിരിക്കും. നമ്മൾ വളരെ കോംപ്രമൈസ് ചെയ്തിട്ട് ആളെ ഉൾക്കൊള്ളാൻ നോക്കും. ദൈവം അങ്ങനെ ഉൾക്കൊള്ളുന്ന ഒരു രീതിയല്ല ബൈബിളിലുള്ളത്. നമ്മൾ ഉൾക്കൊള്ളിപ്പിക്കാൻ വേണ്ടി നമ്മൾ വെയിൽ വിസ്തൃതമാക്കിയിട്ട് കെട്ടിയിട്ടും കാര്യമില്ല. നമ്മളിങ്ങനെ ആൾക്കാരെ സുഖിപ്പിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ. ആൾക്കാരെ സുഖിപ്പിച്ചുകൊണ്ട് കൂടെ നിർത്താൻ അങ്ങനെയൊന്നും ബൈബിളിന് പറ്റത്തില്ല. അന്നാളുകളിൽ കർത്താവ് പറഞ്ഞില്ല, അന്നാളുകളിൽ
കേൾവിക്ക് ഇമ്പമുള്ളവർ അവർ വിളിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? അതിൽ കേൾവിക്ക് ഇമ്പമുള്ളവർ, ആൾക്കാർക്ക് പ്ലീസിങ് ആയിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നവർ, സ്വപ്പിട്ട് സംസാരിക്കുന്നവരുണ്ട്. 2 തിമോത്തി 4:3 ജനങ്ങൾ 2 തിമോത്തി 4:3 പ്രധാനപ്പെട്ട വചനം. എന്താണ്? ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. സഹിഷ്ണുത. അപ്പം ഇങ്ങനെ പല്ലിറുമ്പവരെ ഉത്തമ പ്രബോധം വരുമ്പോൾ അവർ തലതിരിക്കും, അത് കീഴ്പ്പെട്ട് നോക്കിയിരിക്കും, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യും. സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയെ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടും. അത് ഭയങ്കര സങ്കടകരമായ അവസ്ഥയാണ്. കേൾവിക്ക് തങ്ങളുടെ, അതായത് ഇപ്പം കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ ചില പള്ളികളിലൊക്കെ ലാസ്റ്റ് ടെംപ്റ്റേഷനൊക്കെ അതൊക്കെ ജനങ്ങളുടെ ധ്യാന വിഷയമാക്കി. നോൺസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടംപററി നോൺസെൻസ് എന്ന് പറയാം. എന്ത് സംഭവിച്ചാൽ ഇങ്ങനെ എന്താണ് സഭ, എന്താണ് നോൻപ് കാലം, എന്താണ് ജനങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, അത് ആ ഒരു പിടിവിട്ടുപോയി. അപ്പം അത് നോൻപ് കാലത്തിൻ്റെ പേരിൽ ആത്മവിശുദ്ധീകരണവും അനുതാപവും മാനസാന്തരവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ പീഡാനുഭവവും പാപത്തിന് പരിഹാരം എന്ന രീതിയിലാണ് അത്. ഇപ്പം പള്ളി പോലും ഞായറാഴ്ച കുർബാന പോലും കൃത്യമായിട്ട് പങ്കെടുക്കാത്ത, പ്രാക്ടീസിങ് അല്ലാത്ത ആൾക്കാർ വന്നിട്ട് നോൻപ് കാലത്ത് സംസാരിക്കണമെന്നൊക്കെ പറയണപ്പോൾ എന്തോ ഒരു ഭീഷണമായ സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്നൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ പറയാനോ ചോദിക്കാനോ അതും അവർ കാലത്തിൻ്റെ അതാണ് എഴുതിയിരിക്കണത്. വായിച്ചേ. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് അഭിരുചിക്കല്ല, ദൈവത്തിന്റെ അഭിരുചിക്കല്ല, തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടും. അപ്പൊ മനുഷ്യൻ്റെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടിയിട്ട് മനുഷ്യനെ ദൈവമാക്കാനുള്ള തത്രപ്പാടുകൾ കാണിച്ചു കൂട്ടുന്നത്. ഈ തീ കൊണ്ട് ഈ ചേന വേഗത്തില്ല. അപ്പോൾ സാത്താൻ എങ്ങനെ വളരെ തന്ത്രപരമായിട്ട് സാംസ്കാരികമായ അനുരൂപണം നടത്തണമെന്നറിയാമോ? സാത്താൻ അതായത് വൃക്ഷത്തിൽ നിന്ന് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്ന് പറയുന്ന ഈശോ ആ തിരിച്ചറിയലിൻ്റെ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. തിരിച്ചറിയലിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ് ഒന്നാമത്തിൽ. രണ്ടാമത് സഭയോടുള്ള ഐക്യം. സഭയുടെ ഐക്യം എന്ന് പറയുമ്പോൾ കൗതാശികമായ ഐക്യമാണ്. വചനസാക്ഷ്യമായ ഐക്യം, സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളോടുള്ള ഐക്യം, അങ്ങനെ ഒത്തിരിയേറെ ഐക്യങ്ങളുണ്ട്. സഭാ സമൂഹത്തോടുള്ള വേറിട്ട് നിൽക്കാതെ ഉള്ള കൂട്ടായ്മ, നമ്മൾ തന്നെ നമ്മുടെ ശിക്ഷ സ്വയം വലിച്ച് തലയെ വെക്കുന്ന പോലുള്ള, അപ്പം അതൊന്നും ദൈവം വെറുതെ വിടത്തില്ല. ശരിക്കും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും
പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ക്രിസ്തുവിൻ്റെ നാമത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? പിതാവായ ദൈവം മഹത്വപ്പെടും. ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തു മഹത്വപ്പെട്ട് കഴിഞ്ഞാൽ പിതാവായ ദൈവം മഹത്വപ്പെടുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടെയാണ് മഹത്വത്തിലേക്ക് നമ്മളെ ഒരു തീർത്ഥയാത്രയാണ്, മഹത്വത്തിൻ്റെ തീർത്ഥയാത്രയാണ് ശരിക്കും പറഞ്ഞാൽ ക്രൈസ്തവൻ്റെ ഈ ലോകത്തെ ജീവിതവും അവൻ്റെ പ്രതികൂലമായ ജീവിതാനുഭവങ്ങളും. അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം പ്രഖ്യാപിക്കാൻ, പ്രത്യാശ ഏറ്റുപറയാൻ, സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഒരു വിശ്വാസി എടുക്കുന്നത്. ദാറ്റ് മീൻസ് ഉടമ്പടിയാ. ഈ കാര്യങ്ങൾക്കെല്ലാം ഉടമ്പടി പുതിയ അർത്ഥം നൽകുന്നതാണ് ഉടമ്പടിയുടെ വിജയം. എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ വിജയം തന്നെ ചില സമയത്തൊക്കെ ഒരു കഷ്ടപ്പാടുകളുടെ ഒരു അംശം ഉണ്ടാവും. കാര്യം എന്താണ് കാര്യത്തിൽ എന്താണ് കഷ്ടപ്പാടിൻ്റെ അംശം ഉണ്ടാകാൻ കാരണം? കഷ്ടപ്പാടല്ല, ഇപ്പോൾ നമ്മൾ 1-ാം ക്ലാസ് പാസ്സാകണേ, പക്ഷേ നമ്മൾ IAS പാസ്സാകണേ. അപ്പോൾ IAS 1-ാം ക്ലാസ്സിൽ ഇരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം IAS കഷ്ടപ്പാടാണ്. IASകാരന് IAS കഷ്ടപ്പാടല്ല, എങ്ങനെയെങ്കിലും പരീക്ഷ വരാൻ കൊതിക്കുക. അവിടെ വിഷയം കഷ്ടപ്പാടെന്ന് പറയണത് വ്യക്തിപരമാണത്. ഈ കൊടുത്ത പോയിന്റ് മനസ്സിലായില്ലേ? അതായത് 1-ാം ക്ലാസ്സുകാരന് IAS കഷ്ടപ്പാടാണ്, IASകാരൻ റാങ്ക് ഹോൾഡറിന് കഷ്ടപ്പാടല്ല. കാര്യം എന്താണ്? അവൻ്റെ കലിബർ തെളിയിക്കാനുള്ള അവസരമാണ്. എല്ലാ കഷ്ടതകളും അവസരങ്ങളാകണത് അങ്ങനെയാണ് എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളൊരു അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ ഈശോ എന്താ പറഞ്ഞത്? ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെന്ന് ഈശോ പറഞ്ഞത്. അപ്പം ക്രിസ്തുവിന് ശേഷമാണ് അത് ഗർഭിണിയുടെ വേദനയായിട്ട് വരണത്. അല്ലെങ്കിൽ നാട്ടുകാരുടെ തല്ലുകൊള്ളവൻ്റെ വേദന അല്ല നമ്മുടെ ദുഃഖം, ഗർഭിണിയുടെ വേദന എന്ന് ഈശോ പറഞ്ഞത്. യോഹന്നാൻ 16:21 അധ്യായം 21 വാക്യം വായിച്ചോളൂ. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അതായത് നമുക്കൊരു ദുഃഖം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ദുഃഖം ഉണ്ടാകുമ്പോൾ നമുക്ക് ദുഃഖം തന്നെയാണത്. പക്ഷേ നിത്യത നമ്മൾ അനുഭവിച്ച് കഴിയുമ്പോൾ നമ്മൾ ഭൂമിയിൽ അനുഭവിച്ച ദുഃഖങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിത്യതയ്ക്ക് വേണ്ടി അത് വാഗ്ദാനമാകുമ്പോഴാണ് ഇവിടെ കഷ്ടപ്പാട് നമുക്ക് കഷ്ടപ്പാടായിട്ട് തോന്നുന്നത്. മനസ്സിലായില്ലേ? കഷ്ടപ്പാടിന് രോഗം, ക്ഷീണം. കാര്യം ഞാനിത് പറയുമ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ സ്പെക്കുലേറ്റീവായിട്ട് പറയണില്ല. കുഞ്ഞുനാൾ തൊട്ട് രോഗിയാണ് ഞാൻ. എല്ലാ കാലഘട്ടങ്ങളിലെ രോഗങ്ങൾ വന്നപ്പോൾ ഞാൻ ആ രോഗത്തോട് കൈവരിച്ചിട്ടൊരു നിലപാടുണ്ട്. അതെന്നെ കർത്താവ് പഠിപ്പിച്ച നിലപാടാണ്. തെദേവ് എന്ന് പറയുന്ന ആത്മകഥയിൽ അതെല്ലാം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു വിശ്വാസി ഈ വിഷയങ്ങളെല്ലാം കാണുന്നത്? പക്ഷെ അവൻ്റെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ട്. എന്താണ് അത്? റോമ 1:18 എന്താണ്? നമുക്ക് വെളിപ്പെടാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ പ്രൈസ് ദി ലോർഡ് സ്തുതിക്കട്ടെ. സംഭാവനമേ
8:18 നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ഈ മനുഷ്യന് എല്ലാവിധ രോഗങ്ങൾ ഉണ്ടായിരുന്ന ആളാണ്. ആർക്ക്? പൗലോസ് അപ്പോസ്തലനെ. അപ്പോൾ രോഗത്തിൻ്റെ ഇടയ്ക്കും ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്, പട്ടിണി അനുഭവിച്ചിട്ടുണ്ട്, കടലിൽ ഒഴുകി നടന്നിട്ടുണ്ട്, കള്ളന്മാരുടെ കൈ മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ 8:35 പറയുന്നുണ്ട്. റോമ 8:35 ഇത് ഈ വചനം ഇപ്പോൾ 8:18 തോന്നുന്നു. 8:18 നിന്ന് നമ്മൾ 35 കയറുമ്പോൾ ഈ മനുഷ്യന് എല്ലാ കാര്യവും പറയും, എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടെന്ന്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. കാര്യം ഈ നഗ്നതയോ എന്ന് പറഞ്ഞാൽ എന്താ കാര്യം എന്നറിയാം? ഈ മനുഷ്യൻ തുണി ഉരിഞ്ഞു പോയായിരുന്നു. മാൾട്ടയിലൊക്കെ സംഭവിച്ച സമയത്തും കടലിൽ ആക്രമണം ഉണ്ടായ സമയത്തും അന്നൊക്കെ വസ്ത്രങ്ങൾക്ക് ഭയങ്കര വിലയുള്ള കാലമാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഗാന്ധി സിനിമയിലെ ഗാന്ധി പോലും ഒരു വസ്ത്രം അലക്കണ സ്ത്രീക്ക് അവൾക്ക് ആ ഒരു വസ്ത്രം മാത്രമേ ഉള്ളൂ. അത് വെച്ചുകൊണ്ടാണ് അവൾ ഓരോ ഭാഗം അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സ്വന്തം മേലങ്കി കൊടുക്കുന്നത്. അങ്ങനെ അന്നത്തെ ഇന്ത്യൻ സാഹചര്യം അതാണ്. വസ്ത്രത്തിനും ഭക്ഷണത്തിനും ഒക്കെ എല്ലാം രണ്ടാം ലോകം. അപ്പോൾ ഇന്നത്തെ കാലം ഇതാണ് അവസ്ഥയെങ്കിൽ അന്നത്തെ കാലം എന്തായിരിക്കും? വസ്ത്രം കിട്ടിയവരെടുത്തു. അപ്പോൾ ഈ മനുഷ്യൻ തുണിയില്ലാതെയാണ് കരക്ക് കയറണത്. എന്നിട്ടാണ് പറയണത്, ഞാൻ തുണിയില്ലാതെയാണ് ഇപ്പം കരക്ക് കയറിയിരിക്കുന്നത്, അപ്പോസ്തലനാണ് ഞാൻ. പക്ഷേ ഇങ്ങനെയായാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് എന്നെ വേർപെടുത്താൻ പറ്റും? നഗ്നതയ്ക്കോ എന്നാണ് ചോദിക്കണത്. കാര്യം നഗ്നതയിൽ വരുമ്പോൾ നമുക്കെന്താ സംഭവിക്കണം? നാണക്കേട് ഉണ്ടാകത്തില്ല, ആക്ഷേപം ഉണ്ടാകത്തില്ലേ? അപ്പോൾ ഈ മനുഷ്യന് മാനുഷ്യമായി അനുഭവിക്കുന്ന ആക്ഷേപവും നാണക്കേടിനേക്കാൾ പവർഫുള്ളാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹം. അതാണ് വിഷയം. എന്നിട്ട് ഈ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മൾ വേർപെടുത്താൻ ചോദിക്കണത്? ഒന്നിനും വേർപെടുത്താൻ പറ്റത്തില്ലെന്ന് അദ്ദേഹം തന്നെ ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും ഉത്തരം പറയുന്നുണ്ട്. ഇത് തന്നെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും വിശ്വാസി കേൾക്കാത്തതിൻ്റെ കാരണം ഈ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു യാത്രയായത് കാരണമാണ്. ഇപ്പോൾ ഇന്ന് സഭയിൽ കുറേ തരത്തിലുള്ള വിഷയങ്ങൾ ഓരോ തരത്തിൽ വരുന്നുണ്ട്. അജ്ഞാനികളിൽ നിന്നും വേദഗ്രന്ഥം അറിയാത്തവരിൽ നിന്നും വിശ്വാസി എന്താണ്, ഈശോ ആരാണെന്നും അറിയാൻ പാടില്ലാത്ത വിജാതിയിൽ നിന്നും ഒക്കെ പലതരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ വരുന്നുണ്ട്. എൻ്റെ പേര് സൗമ്യ. ഞാൻ മാപ്രാണത്ത് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഫെബ്രുവരി 24 ഉടമ്പടി എടുക്കാൻ വന്നത്. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത്. ആൾ 1 വർഷമായിട്ട് ജോലിയില്ലാതിരിക്കുകയായിരുന്നു. ഖത്തറിൽ നിന്നാണ് ആൾ വന്നത്. അപ്പോൾ ഒരിക്കലും ആ സ്ഥലത്തോട്ട് ഇനി ജോലിക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ വിസ ക്യാൻസൽ ചെയ്തു. കോൺട്രാക്റ്റ് ക്യാൻസലാക്കാതെ വന്നതുകൊണ്ട് ആ സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ പറ്റാതെയായി. അവിടുന്ന് ജോലി വേറൊരു ശരിയായിട്ടായിരുന്നു ആൾ വന്നത്. പക്ഷേ തിരിച്ചു പോകാൻ വേണ്ടി കുറേ ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല. അതിനുശേഷം ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം 24 ഉടമ്പടി എടുത്തു. 28 ആയപ്പോഴത്തേക്കും ആൾക്ക് മുന്നേ അപ്ലൈ ചെയ്തിരുന്ന ഒരു കമ്പനിയിൽ നിന്ന് ആൾ തിരിച്ച് മെഡിക്കലിന് പോയിക്കോളാൻ പറഞ്ഞു. ഫോൺ കോൾ വന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അപ്പോഴും ശരിയാവില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാതെയാണ് വന്നത്. അങ്ങനെ പക്ഷേ മെഡിക്കലിന് പോകാൻ തീരുമാനിച്ചു. മെഡിക്കലിന് പോയി അതിന് ശേഷം ഒരു 8 തീയതി ആയപ്പോൾ മെഡിക്കൽ പാസ്സായി എന്ന് പറഞ്ഞ് ഫോൺ വന്നു. പിന്നെ അതിനുശേഷം എല്ലാം വളരെ പെട്ടെന്നായി. 11 തീയതി ആയപ്പോഴത്തേക്കും ടിക്കറ്റിനെ അവരെ അപ്ലൈ ചെയ്യാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 16 തീയതിക്ക് ടിക്കറ്റ് കിട്ടുകയും ടിക്കറ്റ് ഓക്കെ ആവുകയും 16 തീയതി തന്നെ ആൾക്ക് പോകാൻ സാധിക്കുകയും ചെയ്തു. പിന്നെയുള്ള സാക്ഷ്യം, എൻ്റെ മോൾക്ക് 2018 പനി വന്നു. ഭയങ്കര കൂടുതലായി.
ഞങ്ങൾ സാധാരണ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾ കാണിച്ചു. പക്ഷേ അവൾക്ക് ഒട്ടും പനി കുറവൊന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി വേറെ ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ കൊണ്ടുപോയിക്കോ. എന്താ കാരണം വെച്ചാൽ അവൾക്ക് പനി ആൻറ്റിബയോട്ടിക് ഒന്നും തന്നെ ഒന്നും ആൾക്ക് ശരിയാവുന്നില്ല മോൾക്ക്. അതിനുശേഷം ഞാനിവിടെ നിന്ന് കൃപാസനത്തിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അന്ന് വൈകിട്ടായി ഇപ്പോഴത്തേക്കും മോൾക്ക് ആൻറ്റിബയോട്ടിക്കൊക്കെ ശരീരത്തിലേക്കാൻ തുടങ്ങി, പനി കുറഞ്ഞു വന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞപ്പോൾ ഒന്ന് പോവണ്ട, മീൻസ് ബാക്കി കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ 2-3 ദിവസത്തിന് ശേഷം മോൾക്ക് ഡിസ്ചാർജായി പോകുന്നു. അതുപോലെ വേറെ സാക്ഷിയുള്ളത്, എൻ്റെ ചെറിയ മോള് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ അവൾ വായിലിട്ടു. പക്ഷേ എന്താ ഞങ്ങൾ ഇട്ടതെന്ന് ഞങ്ങൾ കണ്ടില്ലായിരുന്നു. പക്ഷേ മോള് ഭയങ്കരമായിട്ട് ചുമക്കുകയും എല്ലാം ചെയ്തു. അവൾക്ക് വെള്ളമൊന്നും ഇറക്കാൻ പറ്റാണ്ട് ഭയങ്കര ചുമയും വന്നു. ഞങ്ങളാകെ പേടിച്ചു. ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞു. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്തു. എല്ലാം നോക്കിയപ്പോൾ അവൾക്ക് യാതൊരു കുഴപ്പവുമില്ല, ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, പ്രത്യേകിച്ച് ഒന്നും മോൾക്ക് കാണുന്നില്ല, പക്ഷേ എന്താ മോള് വായിലിട്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നവും കാണുന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ പേര് സുനിത, ഞാൻ കലവൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2019 മാർച്ചിലാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുന്നതിനുള്ള കാര്യമെന്ന് പറയുന്നത്, എനിക്ക് ശാരീരികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് യൂട്രസി ഫൈബ്രോയിഡ് ഉണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ടുകളാണെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു കുഞ്ഞുകൂടി വേണം, രണ്ടാമതൊരാളൂടെ വേണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്ത കൂട്ടത്തിലെ ആ നിയോഗമായിട്ട് അതാണ് ആദ്യത്തെ വെച്ചത്. കുഞ്ഞിനൊരു കൂട്ടായിട്ട് ഒരു കുഞ്ഞുകൂടി എനിക്ക് വേണമെന്ന്. അപ്പം ഡോക്ടർ പറഞ്ഞു, സ്കാൻ റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞു പ്രഗ്നൻസി ബുദ്ധിമുട്ടാണ്, ഫൈബ്രോയിഡൊക്കെ ഉള്ളതുകൊണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ 2019 മാർച്ചിൽ ഉടമ്പടി എടുത്തു. ജൂണ് ആയപ്പോഴത്തേക്ക് പ്രഗ്നൻ്റായി. പിന്നീട് ആ സമയത്ത് കുറച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. സഹായിക്കാൻ ആളില്ല, ആരും നോക്കാനായിട്ട്, ഡെലിവറി കഴിഞ്ഞിട്ടൊക്കെ. അപ്പം ഫസ്റ്റ് ഉടമ്പടി പുതുക്കിയപ്പോഴത്തേക്ക് ഞാൻ ഒരു നിയോഗം വെച്ചത്, മാതാവേ, എനിക്ക് എന്നെ സഹായിക്കാൻ ആരുമില്ല, വന്ന് നിൽക്കാനായിട്ട്, എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അമ്മയില്ല, അച്ഛനും ആരും വരാനില്ല എനിക്ക്. അവരൊക്കെ ഇച്ചിരി പിണങ്ങി നിൽക്കുകയാണ്, വീട്ടിലാണ്. അപ്പം ഞാൻ ഹസ്ബൻഡും ഈ മൂത്ത മോനും മാത്രമേ ഇവിടെ വീട്ടിലുള്ളൂ. അപ്പം ആദ്യം അമ്മയോട് ഞാൻ രണ്ടാമത് പ്രാർത്ഥിച്ചത്, അമ്മ, എനിക്ക് ആൾബലവും ഇല്ല, പണബലവും ഇല്ല, ഇത് രണ്ടും എനിക്ക് അമ്മ ഒരുക്കി തരണം. എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ല, ഹോസ്പിറ്റലിൽ പോകുവാൻ പോലുമില്ല സാമ്പത്തികമില്ല. ഈ ഫൈബ്രോയിഡിൻ്റെ വിഷയമുള്ളതുകൊണ്ട് എല്ലാ മാസവും സ്കാനിങ് ഡോക്ടർ കുറിക്കുന്നുണ്ട്. പിന്നെ എല്ലാം ബുദ്ധിമുട്ടുകളാണ്. ഹസ്ബൻഡിന് സ്ഥിര ജോലിയില്ല. അപ്പോൾ എനിക്ക് അതൊരു വിഷയങ്ങളൊക്കെ ഇച്ചിരി വിഷമിച്ചാലും ഞാൻ സമയമാകുമ്പോഴത്തേക്ക് എനിക്ക് മാതാവ് ക്യാഷിൻ്റെ കാര്യത്തിലൊക്കെ അമ്മ എനിക്ക് റെഡിയാക്കി തരും. ഹോസ്പിറ്റലിൽ പോകേണ്ട ടൈം ആകുമ്പോഴത്തേക്ക് എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ആരെങ്കിലും എന്നെ സഹായിക്കും. അപ്പോൾ എനിക്ക് ഒത്തിരി ധൈര്യമായി, അമ്മ എന്നെ സഹായിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. പിന്നീട് 8-9 മാസമായപ്പോഴും ആരും എന്നെ സഹായിക്കാൻ വരുന്നില്ല, അമ്മയെ വരുന്നില്ല. അവരൊക്കെ ഇച്ചിരി പിണങ്ങി നിൽക്കുകയാണ്, സഹോദരങ്ങൾ വിടത്തില്ല. അപ്പം ഞാൻ നിരന്തരം പ്രാർത്ഥനയാണ്. റൂമിൽ കയറി, മൂത്ത മോൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ റൂമിൽ കയറി അതൊക്കെ അടച്ച് ഈ കാശുരൂപവും പിടിച്ച് ഫോണിൽ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. ഓരോ സാക്ഷ്യങ്ങൾ കേട്ടിട്ട്, അമ്മ, എനിക്ക് ആളിനെ ഒരുക്കി തരണം, എനിക്ക് ആൾബലം തരണം അമ്മ. അങ്ങനെ 8-9 മാസം ആയപ്പോഴത്തേക്ക് എൻ്റെ സഹകരിക്കാതിരുന്ന മൂത്ത സഹോദരൻ അമ്മയെ എൻ്റെ വീടിൻ്റെ അടുത്ത് വരെ കൊണ്ടുവിട്ടു. അവർ ചെങ്ങന്നൂരാണ് താമസം. അവർ എൻ്റെ വീട്ടിൽ സഹോദരൻ കയറിയില്ല എങ്കിൽ പോലും എൻ്റെ അമ്മയെ എൻ്റെ വീടിൻ്റെ അടുത്ത് കൊണ്ടുവിട്ടു. അമ്മ അവളെ നോക്കി 3 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അമ്മ എനിക്ക് ഒരുക്കി തന്നത്. പിന്നെ സാമ്പത്തികമായ വിഷയങ്ങളൊക്കെ മാറി, ഡെലിവറി കഴിഞ്ഞു, കോവിഡിൻ്റെ വിഷയമൊക്കെ ആയപ്പോഴത്തേക്ക് ഹസ്ബൻഡിന് ജോലിയില്ല. അപ്പം പിന്നെ സാമ്പത്തിക വിഷയം പിന്നെയും കൂടി. അപ്പോൾ അമ്മയോട് നിരന്തരം പ്രാർത്ഥിച്ച, അമ്മ, ഈ 2 കുഞ്ഞുങ്ങളെ അമ്മ എനിക്ക് ഒരാളെ തന്നു, ഒരാളെയും കൂടി തന്നു, പക്ഷേ എനിക്കിവരെ വളർത്താനായിട്ട് ഒരു നിവൃത്തിയില്ല, ഹസ്ബൻഡിന് ജോലിയില്ല, ഞാൻ എന്ത് ചെയ്യും? അപ്പം അത് ഉടനെ തന്നെ അവിടെ അടുത്തൊരു കമ്പനിയിലെ ഹസ്ബൻഡിനെ ജോലിക്ക് വിളിച്ച്. ഇപ്പം ഹസ്ബൻഡിൻ്റെ സുഹൃത്തുക്കളും ഞങ്ങളുടെ അയൽപക്കക്കാരും എല്ലാവരും ചോദിക്കും, നിങ്ങൾ എന്തിനിതിന് മുതിർന്ന്, നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് നിങ്ങൾ എന്തിനെ രണ്ടാമതൊരു കുഞ്ഞിനെ കൂടി ചിന്തിക്കാൻ പോയതെന്ന് പോലും ചിന്തിച്ച് ഞങ്ങളെ പുച്ഛിച്ച അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്.
എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കും, നീ എങ്ങനെ ഒരു ഡെലിവറി നടത്തും, നിനക്കൊരു ജോലി ഇല്ലല്ലോ, നീ എങ്ങനെ കുഞ്ഞുങ്ങളെ കാര്യങ്ങളൊക്കെ നടത്തുമെന്ന് ചോദിച്ച് അവരുടെയൊക്കെ മുൻപിലെ മാതാവ് ഞങ്ങളെ നല്ലതായിട്ട് നടത്തി. എൻ്റെ അമ്മയ്ക്ക് അത്ര ശാരീരിക ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണ്. അപ്പം അമ്മയ്ക്ക് തന്നെ എന്നെയും കുഞ്ഞിനെയും കൂടെ നോക്കാൻ പാടില്ല. അപ്പോൾ ആ സമയത്ത് ഞങ്ങളെ ഒരു ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി, സാമ്പത്തികമായിട്ട് ചേച്ചിക്ക് കൊടുത്തിട്ട് അതിന് വരെ അമ്മയെ ഒരുക്കി ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം ഒരിക്കലും അത് അങ്ങനൊരു സഹായം ഉണ്ടാകുമെന്നൊന്നും ഞാൻ കരുതിയിരുന്നതല്ല. ഈ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് എനിക്കത് നേടിത്തന്നത്. ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു. കുഞ്ഞിന് 2 വയസ്സായി. പിന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പിന്നീട് പറയാനുള്ള 3-ാമത്തെ കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ഇളയ സഹോദരൻ നന്നായിട്ട് മദ്യപിക്കുന്ന ആളായിരുന്നു. വീട്ടിലെ വിഷയങ്ങൾ എന്നോടൊന്നും സഹകരിക്കത്തില്ല, അമ്മയോടും അച്ഛനോടും ഒക്കെ വഴക്കായി. അവനെ വിളിക്കാൻ പോലും എനിക്ക് പേടിയാണ് ഫോണിൽ. ഇപ്പം അവൻ്റെ കോള് കണ്ടാൽ എനിക്ക് എടുക്കാൻ പേടിയാണ്. അവൻ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല, എന്താ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. അത്രയ്ക്ക് വിഷമമായിരുന്നു. ആ സമയത്ത് എൻ്റെ സഹോദരൻ 15 വർഷമായിട്ടുള്ള മദ്യപാനം മാറി. ഇപ്പോഴേ എന്നെ വിളിക്കും, ഞാൻ വിളിക്കും. എൻ്റെ ബുദ്ധിമുട്ടുകളിലൊക്കെ അവൻ എന്നെ സഹായിക്കും, സംസാരിക്കും ഒക്കെ ചെയ്യും. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി.